നിങ്ങളുടെ ഇടയിൽ ദുരിതം അനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ. ആഹ്ലാദിക്കുന്നവൻ സ്തുതിഗീതം ആലപിക്കട്ടെ. നിങ്ങളിൽ ആരെങ്കിലും രോഗിയാണെങ്കിൽ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ. അവർ കർത്താവിൻ്റെ നാമത്തിൽ തൈലാഭിഷേകം ചെയ്ത് അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. യാക്കോബ് എഴുതിയ ലേഖനം 5-ാം അധ്യായം 13 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങളാണ് ഇത്. രോഗീലേപന കൂദാശയുടെ അടിസ്ഥാനം എവിടെയെന്നുള്ളത് നമുക്ക് നോക്കാം. ആദിമസഭയിലെ നേതാക്കന്മാരായിരുന്ന ശ്രേഷ്ഠന്മാർക്ക് സമൂഹത്തിലെ ആരാധനപരമായ കാര്യങ്ങളിൽ മുഖ്യസ്ഥാനം ഉണ്ടായിരുന്നു. ഈശോയുടെ ദൈവരാജ്യ പ്രഘോഷണത്തിൻ്റെ പ്രധാന ഘടകം രോഗശാന്തി നൽകലായിരുന്നു. അവിടുന്ന് നൽകിയ രക്ഷാകര വിമോചനത്തിൻ്റെ ഭാഗമായിരുന്നു അത്. ഈശോയുടെ പരസ്യജീവിത കാലത്തു തന്നെ ശിഷ്യന്മാർ തൈലം പൂശി രോഗശാന്തി നൽകിയിട്ടുണ്ടായിരുന്നു. പുരോഹിതൻ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കർത്താവിൻ്റെ നാമത്തിൽ തൈലപൂശുകയും ചെയ്യണമെന്നാണ് യാക്കോബ് ശ്ലീഹ നിർദ്ദേശിക്കുന്നത്. വിശ്വാസത്തോടുകൂടിയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. അവിടുത്തെ നാമത്തിലാണ് തൈലം പൂശുന്നത്. അതുകൊണ്ട് അവിടുന്ന് തന്നെയാണ് രോഗിയെ സുഖപ്പെടുത്തുന്നത്. രോഗീലേപനം മാത്രമല്ല, രോഗത്തിൽ നിന്ന് മോചനം നേടാനുള്ള മാർഗം. അന്യോന്യം പാപങ്ങൾ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോഴും സൗഖ്യമുണ്ടാകും. അനുരഞ്ജന കൂദാശയാണ് ഇവിടെ പരാമർശിക്കുന്നത്. ഈ കൂദാശ വഴി പാപമോചനം മാത്രമല്ല, രോഗസൗഖ്യവും നമുക്ക് ലഭിക്കുന്നു. പാപം വഴി ശിഥിലമാക്കപ്പെടുന്ന ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുകയാണ് ഈ കൂദാശ വഴി നടക്കുന്നത്. പുരോഹിതൻ ദൈവത്തിൻ്റെയും സമൂഹത്തിൻ്റെയും പ്രതിനിധി എന്ന നിലയിലാണ് പാപങ്ങൾ ശ്രവിക്കുന്നത്. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടായ മിശിഹായെ, ഞങ്ങൾക്ക് രോഗത്തിൽ നിന്നും പാപത്തിൽ നിന്നും മോചനം നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വചന വിശദീകരണം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ഓക്കെ, താങ്ക് യു, ബൈ.